സന്ധ്യയായിട്ടും വരാത്തത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ദ്രൻ ഇന്ന് വരില്ല. വന്നതേ ഉള്ളൂ അച്ഛാ. ഇത്തവണ എനിക്ക് വിഷു ആഘോഷമൊന്നുമില്ല. അതെന്താ ഇന്ദ്ര? എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്ന് വിഷുവിന് ഒത്തുകൂടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതല്ലേ നമ്മുടെ നാട്ടുകാരുടെ ഒരു രീതി. ബുദ്ധിമുട്ടുകളൊക്കെ മറക്കാച്ച. പക്ഷേ സ്വന്തം അമ്മ മരിച്ചു പോയ ഒരു മകന് വിഷു ആഘോഷിക്കാൻ പറ്റുമോ? മരണാനന്തര കർമ്മങ്ങളൊന്നും ചെയ്തില്ലെന്നേ ഉള്ളൂ. മനസ്സിലെ അമ്മയുടെ സ്ഥാനം മരിച്ചില്ല അച്ഛാ. ഇന്ദ്ര, പെറ്റമ്മ എന്ന സ്ഥാനമല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. സുശീല ഇപ്പോഴും നിന്റെ വളർത്തമ്മ തന്നെയാ. എന്റെ മനസ്സിലെ അമ്മ, ആ അമ്മയ്ക്കൊരു സ്ഥാനമേ ഉള്ളൂ. ആ അമ്മയാണ് പോയത്. ഇനി ആ സ്ഥാനത്ത് വേറെ ആർക്കും സ്ഥാനമില്ല. അങ്ങനെ ഒരാളിപ്പോ ഈ ലോകത്തില്ലെന്ന് കരുതി ജീവിക്കാൻ പഠിക്കണം. മോനേന്ദ്ര, മോളെ, ഇന്ദ്രൻ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, അവനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. നീ ഇവന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. വാ വാ ഇന്ദ്രേട്ടാ, ഡ്രസ്സൊക്കെ മാറണ്ടേ? ചെല്ലിന്ദ്ര, ചെല്ലു. അച്ഛാ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ വിഷു ആഘോഷമൊക്കെ നടക്കട്ടെ. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവര് സന്തോഷിക്കട്ടെ. ശരി മോനെ, ചെല്ലു. വാ.